സംസ്ഥാനത്ത് ചൂട് കഠിനമാകുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് വളർത്തുമീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങി. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാൻ സാധ്യതയുള്ളത്. തിരുവനന്തപുരം, മലപ്പുറം എന്നിവിടങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുയരും. ചുട്ടുപൊള്ളുന്ന വേനലിൽ മനുഷ്യർക്കൊപ്പം മറ്റു ജീവജാലങ്ങളും ദുരിതത്തിലാണ്. പാലക്കാട് കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങി. സുമതി എന്ന കർഷക പാട്ടത്തിനെടുത്ത കുളത്തിലെ മത്സ്യങ്ങളാണ് നശിച്ചത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇവർക്കുണ്ടായത്. ഉയർന്ന താപനിലയും ജലത്തിലെ ഓക്സിജന്റെ കുറവുമാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായത്. ചൂട്, ഞങ്ങളുടെ ഒരു സംശയം ചൂട് തന്നെ. എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കുളത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് 2 കൊല്ലം മുമ്പ്. അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഇവരെന്നെ പറഞ്ഞ് റീസർക്കുലേഷൻ, അതായത് വെള്ളം ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നോരെ പോകും ഇങ്ങനെ വന്നിട്ടില്ല. ഞങ്ങളുടെ ആത്മാർത്ഥയാണ്. ഇതെങ്ങനെയൊക്കെ നിറയെ പോയാൽ എന്തായാലും ഇത് കണ്ട് സർക്കാരാണെങ്കിൽ എന്തെങ്കിലും തരണം. കൃഷിയാണ് ഈ ശരി, ഞങ്ങൾ വേറെ ഒരു തൊഴിൽ ഞങ്ങൾക്കറിയില്ല. ഇപ്രാവശ്യം വിഷുവാണ്. ഈ വിഷുവായിട്ട് ഇത്രയക്ഷം നഷ്ടങ്ങളാണ്. ഉയർന്ന താപനിലയ്ക്കൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും കാരണമാകും. സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് അപകടമാണ്. അതിനാൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ക്യാൻസർ രോഗികൾ, മറ്റു രോഗപ്രതിരോധശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാനും ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ താപനില 37 ഡിഗ്രിക്ക് മുകളിലാണ്. അന്തരീക്ഷ ബാഷ്പം 75% വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ നഗരജീവിതം കൂടുതൽ ദുസ്സഹമാകും. ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവർമാർ എന്നിവർ അതീവ ദുരിതത്തിലാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ എണ്ണത്തിലും വൻ കുറവുണ്ടായി. ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. ഇന്നലെ മാത്രം 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടിലെത്തി റെക്കോർഡ് തിരുത്തി. വൈദ്യുതി ആവശ്യകത 6000 മെഗാവാട്ട് മറികടന്നാൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കും. ചൂടധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂടിനാശ്വാസമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. വരും ദിവസങ്ങളിലും വേനൽ കനക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനലിന് ആശ്വാസമായി നേരിയ മഴ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇടിമിന്നലോട് കൂടിയ മഴയാണ്. ഇടിമിന്നലേറ്റ് സംസ്ഥാനത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം.